വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തറവാട് വീട്ടിലാണ്. ഈ വീട് 10-40 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പൊ ഇവിടെ ഒരു ചെടി നാഗമുല്ല എന്ന് പറയും, മണിമുല്ല എന്ന് പറയും. അപ്പൊ ഇത് പൂത്തിരിക്കുവാണ്. അപ്പൊ ഇത് ഓരോ സീസണിൽ മാത്രമേ പൂക്കുള്ളൂ. ഒരു ഒക്ടോബർ തൊട്ടിട്ട് ഒരു ജനുവരി ഫെബ്രുവരി വരെ ഒരേപോലെ പൂ നിൽക്കും. ഇത് തണുപ്പിന് ഇതിന്റെ കനാൽക്കൂടിന്റെ മണ്ടയ്ക്ക്, കാലിക്കൂടിന്റെ മണ്ടയ്ക്ക് കയറ്റി വിട്ടതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ചെടി. ഇത് എന്റെ പേര് മണിമുല്ല എന്ന് പറയും, ചിലർ നാഗമുല്ല എന്ന് പറയും. അപ്പൊ ഇത് നമ്മുടെ കാലിത്തൊഴുത്തിന്റെ മണ്ടക്കോട്ടാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പൊ നല്ല തണുപ്പിന് വേണ്ടിയിട്ട് കയറ്റി വിട്ടതാണ്. ഇപ്പൊ ഒരു ഒക്ടോബർ തൊട്ട് നവംബർ ഡിസംബർ ഫസ്റ്റായി ഇതുവരെ ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്. അപ്പൊ നല്ല സ്മെല്ലും ഉണ്ട്. മൊത്തം തേനീച്ചയാണ്, അതാ ഞാൻ അടുത്ത് പോകാത്ത, തേനീച്ച കുത്തും. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാല് എനിക്കൊന്നും ഇതിനകത്ത് ലക്ഷക്കണങ്ങളുണ്ട്. ഈച്ച, പ്രാണികള്, തേനീച്ചകള്, ചെറുതേനീച്ച, ഇതൊക്കെയുണ്ട്. തേൻ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മണിമുല്ല മാത്രമല്ല, കുറേ ചെടികളുണ്ട്. ഈ ചെടികളിൽ മണിമുല്ല മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ഇവിടെ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് ആൾക്കാർ വന്ന് ശ്രദ്ധിക്കുന്നത്. അതേപോലെ തന്നെ ഓർക്കിഡ്, ആന്തോറിയം, പഴയ ചെടികള്, ഇലച്ചെടികള്, അങ്ങനെ കുറേ ഉണ്ട്. അത് വീഡിയോ കാണിക്കാം. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ മാനസ ഇതിനെ പറ്റി പറയും. നമ്മുടെ നാട്ടിൽ വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന തരം മുല്ലയാണിത്. ഇതിന് മുല്ലയായിട്ട് ഏകദേശം ഒരു രൂപസാദൃശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ മണിമുല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു മുല്ലയുടെ ഒരു സ്മെല്ലും ഉണ്ട് ഇതിന്. നമുക്കത് ഈ ഒരു ടൈമിലാകുമ്പോൾ കുറച്ച് കിട്ടത്തില്ല, പക്ഷെ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് ആ മുല്ലയുടെ സ്മെല്ല് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു 3 മണി സമയമാണ് ഇത് പൂക്കുന്നത്. നമ്മുടെ ഈ ഒരു നവംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് മെയിൻ ആയിട്ടും ഇതിന് ഫ്ലവറിങ് വരുന്നത്. അപ്പം ഇത് നമ്മളെന്ന് വെച്ചാല് ഇതിന്റെ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കവറിങ് ചെയ്ത് നമുക്കിത് വളർത്താൻ പറ്റും. നമുക്കിത് മണ്ണിലാണ് മെയിൻ ആയിട്ട് കുഴിച്ചിടുവാണ്. കാരണം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്നുണ്ട് തന്നെ നമുക്ക് അതിനൊരു ഷീൽഡ് ഉണ്ട്. നമുക്ക് അതിനൊരു ഇതിപ്പോ ഒരു കാലിത്തൊഴുത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഭംഗി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമുക്കൊരു വീട്ടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലൊക്കെ നമുക്ക് വളർത്തുമ്പോൾ വളരെ നല്ലതായിരിക്കും. കാരണം അത് നമ്മുടെ വീടിനൊരു കൂടുതൽ ഭംഗി നൽകും. നമ്മളിതിനെ ഗ്രൂം ചെയ്യുന്നത് പോലെയാണ് ഇത് നമുക്ക് വളർത്താൻ പറ്റുന്നത്. നമ്മൾ നന്നായിട്ട് ഗ്രൂം ചെയ്ത് നമ്മൾ വളമൊക്കെ ഇട്ട് പോകാൻ മാത്രമേ നന്നായിട്ട് വളരത്തുള്ളൂ. അപ്പൊ ഇത് ഒന്ന് വളർന്ന് പന്തലിച്ച് വരാൻ ഒരു 1 ഇയറിന് മുകളിൽ എടുക്കും. ആദ്യത്തെ വർഷം ഇത് നമുക്കിങ്ങനെ ഒരു റിസൾട്ട് തരില്ല. അപ്പം ഒരു 2 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഇത് ഇതുപോലെ നന്നായിട്ട് വളർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ സയന്റിഫിക് നെയിം വന്നിട്ട് പൊറാന പനിക്കുലാറ്റ എന്നാണ്. ഇതിന്റെ ഒറിജിൻ ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ ആൻഡ് ഫ്രം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ആൻഡ് ഇത് ഭയങ്കര വാംത് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഏരിയ ആണ്. ഇതിന് വളരാൻ അനുയോജ്യമായ സ്ഥലങ്ങള് നമ്മുടെ കേരളത്തിലെ മുല്ലയായിട്ട് ഇത് നല്ല സാമ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രൈഡൽ ഫ്ലവർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം കേരളത്തിലെ നമ്മുടെ സാധാരണ മുല്ലയായിട്ട് ഇതിന്റെ സ്മെല്ലും രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പറയുന്നത്. And there are some several common name for this മണിമുല്ല. And നമ്മുടെ ഈ മണിമുല്ലക്ക് പല പേരുകളുണ്ട്. ഇന്ത്യൻ ജാസ്മിൻ ഓർ ക്രിസ്മസ് ജാസ്മിൻ ഓർ വി ക്യാൻ സേ ചൈനീസ് ഫീവർ വൈൻ, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ചെടി ഓൺലൈനിൽ കണ്ട് ചേച്ചിയും ചേട്ടായിക്കും ഇഷ്ടപ്പെട്ടിട്ട് അവർ ഓൺലൈനിൽ വരുത്തിയ ചെടിയാണ്. അപ്പൊ ഇതിനെ ആദ്യം ചട്ടിക്കകത്ത് നട്ടത്. ഇപ്പോഴും ചട്ടിക്കകത്ത് തന്നെയാണ്. വേരടിയിലേക്ക് പോയി ചട്ടി പൊട്ടിച്ചിട്ട് അതിന്റെ ചൂടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ചെടിച്ചട്ടി ചേക്കാണ്ട് നട്ടത്. ചെടിച്ചട്ടി പൊട്ടി ഇപ്പം പുറത്തിറങ്ങി മണ്ണിലേക്ക് വേരിറങ്ങി. അപ്പം ഇവിടെയാണ് ഇത് ആദ്യം വെച്ചത്. ഇവിടുന്ന് കയറി പന്തലിച്ചാണ് ഇത് മുകളിലേക്ക് മൊത്തം കയറി ഇറങ്ങിയത്. അപ്പൊ ഇത് നമുക്ക് എല്ലാ വീട്ടിലും നട്ട് വളർത്തി വലുതാക്കി എടുക്കാം. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ ഒന്ന് വലുതായി കയറി വരാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇതാണ് മെയിനായിട്ട് ഈ മണിമുല്ല നാഗമുല്ല ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇത് 4 കളറിൽ വരുന്നുണ്ട്. പിങ്ക്, വൈറ്റ്, ഡാർക്ക് പിങ്കില് വരുന്നുണ്ട് ഈ ഇത്. അപ്പൊ യെല്ലോയിലും വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ പൂവെന്ന് പറഞ്ഞാൽ ചെറിയ വിഷാംശമുണ്ട്. ഇത് കഴിക്കാനോ അങ്ങനെ ഇല കഴിക്കാനോ ഒന്നും പാടില്ല. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കിത് ഓർണമെന്റൽ വാല്യൂസ്, അതായത് നമുക്ക് ഇതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ഇപ്പം ഒരു കല്യാണത്തിന് ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഹെയർ ആക്സസറീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മണിമുല്ല. പിന്നെ അതുകൂടാതെ നമുക്കിത് മെഡിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാം. നമുക്ക് ആസ്മ, കഫ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്കിത് ട്രഡീഷണൽ ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നതാണ്. ഓൾസോ നമുക്കിത് ഒരു പെർഫ്യൂം ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം ഇത് പെർഫ്യൂം പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ സ്മെല്ല് നമുക്ക് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് കണിച്ചാർ ടൗണിലെ കണിച്ചാർ കൾഷാപ്പിന്റെ മുമ്പിലാണ്. കണിച്ചാർന്ന് കിളകം പോകുന്ന റൂട്ടിലാണ്. അപ്പൊ കാണുന്നവർക്ക് റോഡ് സൈഡിൽ നോക്കിയാൽ തന്നെ കാണാം. പിന്നെ ഇവിടെ ഒരു പകൽ സമയത്ത് ഇവിടെ ആരും കാണില്ല. ചേച്ചി സ്കൂളിലാണ്, ചേട്ടായി ഈ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും. പക്ഷെ വൈകുന്നേരം ഒരു 4:00-ക്ക് ശേഷം ഇവിടെ ആൾക്കാർ എപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ചെടികൾ, എല്ലാ ചെടികളും ഉണ്ട്. എല്ലാത്തിന്റെ ഓരോ മൂടെങ്കിലും ഇവിടെ ഉണ്ട്. പണ്ട് തൊട്ടേ ഉള്ളതാണ്. മമ്മിയാണ് ഫസ്റ്റിൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ചേട്ടായിയും ചേച്ചിയായിട്ട് ഇത് ബാക്കി മോഡിഫിക്കേഷൻ ചെയ്ത് അങ്ങനെ പോരുന്നതാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ചെടികളിലും കാണാം. ഇത് മമ്മിയാണ്. മമ്മി ഇപ്പൊ എന്റെ കൂടെ തന്നെയാണ്. പക്ഷെ മമ്മി ചെടിയെല്ലാം കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പിന്നെ അത് സിമി ചേച്ചിയാണ്, മൂത്ത ഏട്ടന്റെ വൈഫാണ്. അപ്പൊ ചേച്ചി സ്കൂളിലാണ്, കൊളക്കാട് സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ ഇവരാണ്, മമ്മിയാണ് മെയിനായിട്ട് ഇത് നോക്കി, സിമി ചേച്ചി ചേട്ടായും കൂടെയാണ് ഇത് മെയിനായിട്ട് നോക്കി കൺട്രോൾ ചെയ്ത് പോകുന്നത് മൊത്തം. അപ്പൊ ഇവിടെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. അപ്പൊ ചെടികള് ഓരോന്നിപ്പം കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ നാഗമുല്ല മണിമുല്ലയുടെ വേറൊരു വെറൈറ്റിയാണ് മഞ്ഞ കളർ ആയി വരുന്നുള്ളൂ. പൂവായി മുട്ടായി. അപ്പൊ ഇത് ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിനെ ബ്രൈഡൽ ഫ്ലവർ എന്നും ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. മണിമുല്ല തന്നെയാണ്, ആ സെയിം വെറൈറ്റി തന്നെയാണ്. 4 കളർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനകത്ത് വരുന്നതാണ്. അല്ല, എല്ലാ വെറൈറ്റി ചെടികളുണ്ട്. ഇതേപോലെ നമ്മുടെ വീട്ടിലുണ്ട്, ചേട്ടായുടെ രണ്ടാമത്തെ ചേട്ടായുടെ വീട്ടിലുണ്ട് ഇതേപോലെ ചെടികൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ ഇതേപോലെ അടുത്തടുത്ത വീഡിയോകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.